എനിക്ക് ഇൻവിറ്റേഷൻ അയച്ചപ്പോൾ അതിൽ കണ്ട ആദ്യത്തെ ഒരു പദം ജയ് ഗുരുദേവ് എന്നാണ്. ഇവിടെ ഓരോരുത്തരും പരസ്പരം അഭിസംബോധന ചെയ്യുന്ന, അഡ്രസ്സ് ചെയ്യുന്ന ആദ്യത്തെ ഒരു വേർഡ് അതാണ്. ഇവിടെ ആദ്യമായിട്ട് ഈ മൈക്ക് ഓൺ ചെയ്തൊരു ടീച്ചർ പറഞ്ഞതും ജയ് ഗുരുദേവ് എന്നാണ് കേട്ടത്. ജയ് എന്ന് വാക്ക് കേൾക്കുമ്പോൾ തന്നെ അതൊരു വിജയം ആശംസിക്കുന്ന വിധത്തിലുള്ള ഒരു പദമാണ്. ഗുരുദേവിൻ്റെ സത് സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലുടനീളം ജയം, വിജയം കുറിക്കുന്നതായി മാറുന്ന വിധത്തിലുള്ള ഒരു ആശംസയായിട്ട് തന്നെയാണ് ജയ് ഗുരുദേവ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ അതിൻ്റെ അർത്ഥം നിറയുന്നത്. വിദ്യാമന്ദിർ എന്നാണ് സ്കൂളിൻ്റെ പേര്. മന്ദിർ എന്ന് പറയുമ്പോൾ ദേവാലയം എന്ന അർത്ഥം തന്നെയാണ് മനസ്സിൽ വരിക. നിറയെ വിദ്യയുടെ നിലവിളക്കുകൾ ഇതുപോലെ തെളിച്ചു വെച്ചുകൊണ്ട് അറിവിൻ്റെ അക്ഷയ ചൈതന്യം പകരുന്ന കലാക്ഷേത്രമാണ് ഈ വിദ്യാലയം. ഓരോ വിദ്യാലയവും ഇപ്പോൾ വ്യത്യസ്ത വിഷയങ്ങൾ ഒരു സിലബസിനെ ആസ്പദമാക്കിക്കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നു. അതിൽ സയൻസ് ഉണ്ട്, മാത്സ് ഉണ്ട്, സോഷ്യൽ സ്റ്റഡീസ് ഉണ്ട്, ചരിത്രമുണ്ട്. പല വിധത്തിലുള്ള വിഷയങ്ങൾ പഠിക്കുന്നു കുട്ടികൾ. അവർ അത് പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് വാങ്ങി. ഓരോ വിദ്യാർത്ഥിയും ചെയ്യേണ്ട അത്തരത്തിലുള്ളൊരു കടമ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിൽ ബെറ്റർ ആയിട്ടുള്ളൊരു മാർക്ക് വാങ്ങിക്കുന്ന വിധത്തിൽ പൂർത്തിയാക്കുന്നതോടൊപ്പം ഭാവിയിൽ സമുന്നതമായിട്ടൊരു വ്യക്തിത്വമായി മാറുവാൻ ഓരോ കുട്ടിക്കും വേണ്ട പ്രായോഗിക ജീവിത പരിശീലനം നൽകുന്നത് കൂടിയാണ് പഠനം അഥവാ വിദ്യാഭ്യാസം എന്ന ഒരു പ്രക്രിയ. അവിടെ ഈ വിദ്യാലയം കാഴ്ചവെക്കുന്ന ഒരു മികവ് ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ നേരിട്ട് മനസ്സിലാക്കുന്നു. ഒരുപാട് എണ്ണക്കൂടുതലിൽ അല്ല, ഉള്ള എണ്ണം എത്രയോ അത് ഏറ്റവും മേന്മയുള്ള, ശ്രേഷ്ഠതയുള്ള, ഉത്കൃഷ്ടമായ, മികവുള്ള ഒന്നാക്കി മാറ്റുക എന്നതായിരിക്കണം ഈ വിദ്യാലയത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. നമ്മൾ പഠിക്കുന്നതെന്തും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാക്ടിക്കലായിട്ട് ഉപയോഗപ്പെടുന്ന വിധത്തിലായി മാറണം. അതിനുള്ള ഒരു പ്രാക്ടീസ് ആകണം എഡ്യൂക്കേഷൻ. ഇപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുള്ള പല വിഷയങ്ങളെക്കുറിച്ച് ഞാൻ പിന്നീട് ഇങ്ങനെ ആലോചിക്കും. ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പരീക്ഷയ്ക്ക് പഠിച്ചെഴുതുമ്പോൾ ഗുരുത്വാകർഷണ ബലം. സർ ഐസക് ന്യൂട്ടൻ ഒരു ഉദ്യാനത്തിലിരിക്കുന്നു, ഒരു ആപ്പിൾ തലയിൽ വീഴുന്നു, ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ നമ്മൾ പഠിക്കുന്നു, അത് പരീക്ഷയ്ക്ക് എഴുതുന്നു. ഒപ്പം മനസ്സിലാക്കുന്നു ഓരോ വസ്തുവിനും ഭാരം ഉള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നത് ഈ ഭൂഗുരുത്വാകർഷണ ബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലേ? വെയിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഭൂമിയുടെ ഒരു കേന്ദ്ര ബലത്തിലേക്ക് ആകൃഷ്ടരാകുന്നു ഗുരുത്വാകർഷണ ബലത്തിലൂടെ എന്ന് സ്കൂളിൽ പഠിച്ചു, പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് വാങ്ങി. പിന്നീട് അതിൻ്റെ ഒരു പ്രായോഗിക ജീവിതാർത്ഥത്തിനൊരു പുതിയ വ്യാഖ്യാനം ആലോചിച്ചപ്പോൾ 3 പദങ്ങളുണ്ടതിൽ: ഗുരുത്വം, ആകർഷണം, ബലം. ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് മുമ്പ് എന്നുമുള്ളതിനേക്കാൾ സോഷ്യൽ മീഡിയ നമ്മൾ നോക്കിയാൽ അറിയാം, ഓരോരുത്തരും അവനവൻ്റെ വ്യക്തിത്വത്തെ ആത്മപ്രകാശനം നടത്താൻ, എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പരസ്പരം മത്സരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ ഉത്സാഹം കുറയുന്നവർ എത്ര പ്രതിഭയുള്ളവരായാലും പുറകോട്ട് പോകുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോരുത്തരും അവനവൻ്റെ ഒരു പ്രൊഫൈൽ, അത് ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, ഇനി വാട്സാപ്പിൽ ഉൾപ്പെടെ നമ്മൾ ഷെയർ ചെയ്യുന്ന സ്റ്റോറീസിലായിക്കോട്ടെ, അവനവൻ്റെ കഴിവുകൾ, കലകൾ അനുനിമിഷം പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കുവാൻ, ആകർഷണം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുവാൻ മത്സരിക്കുന്നത് ഈ സാമൂഹിക ജീവിതത്തിൽ ബലം ഉണ്ടാക്കാനാണ്, പവർഫുൾ ആവാനാണ്. അങ്ങനെയുള്ളവർക്കാണ് ഒരു സോഷ്യൽ കണക്ടിവിറ്റി ഉണ്ടാവുന്നത്, അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ സോഷ്യൽ റെസ്പെക്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ആകർഷണത്തിനും ബലത്തിനും വേണ്ടിയിട്ടുള്ള മത്സരത്തിനിടയിൽ അത് ശാശ്വതമായിട്ട് ശക്തിയുള്ളതാകാൻ ആദ്യം വേണ്ടത് തുടക്കത്തിൽ പറഞ്ഞ ഒന്നാണ്, ഗുരുത്വമാണ്. നമ്മൾ ഈ വിദ്യാലയത്തിൽ വന്നാൽ, ഇപ്പോൾ പ്രധാന അധ്യാപികയുടെ മുറിയിൽ ചെന്നാൽ അല്ലെങ്കിൽ ഓരോ കോണിലും ചെന്നാൽ ഗുരുദേവ സന്ദേശങ്ങൾ കാണുമ്പോൾ ഗുരുത്വം എന്ന വാക്ക് കൂടുതൽ ദീപ്തമാകുന്നു. ആരാണ് ഗുരു, ആരാണ് ശിഷ്യൻ എന്നന്വേഷിച്ച് ചെന്നാൽ ഓരോരുത്തരിലുമുണ്ട് ഗുരുവും ശിഷ്യനും. ഗുരുത്വം എന്ന് പറയുമ്പോൾ അധ്യാപകർ അവരുടെ അനുഭവ സമ്പന്നതയിലൂടെ, അറിവിലൂടെ പകർന്നു തരുന്ന പാഠങ്ങൾ, ജീവിത പാഠങ്ങൾ ഏറ്റവും വിനയത്തോടെ, വിധേയത്വത്തോടുകൂടി, ബഹുമാനത്തോടുകൂടി, ആദരവോടുകൂടി
വളരെ ക്ഷമാപൂർവ്വം കേട്ടു മനസ്സിലാക്കി ജീവിതത്തിലേക്ക് പകർത്തണം വിദ്യാർത്ഥികൾ. അവിടെയാണ് ഗുരുത്വം എന്ന വാക്കിൻ്റെ അർത്ഥം ഉജ്ജ്വലമാകുന്നത്. നമ്മൾ സമീപകാലത്തായിട്ട് മീഡിയയിൽ വരുന്ന പല വാർത്തകൾ നോക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നും, അല്പം ഭീതി തോന്നും. കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു സ്കൂളിലൊരു കുട്ടി പ്രധാന അധ്യാപകനുമായിട്ട് തർക്കിക്കുകയാണ്, അപമര്യാദയായിട്ട് സംസാരിക്കുകയാണ്, പെരുമാറുകയാണ്. പുറത്തിറങ്ങിയാൽ കാണിച്ചു തരാമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. കാലം പോയി പോക്കൊന്ന് ആലോചിച്ച് നോക്കും. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ബഹുമാനം കലർന്നൊരു ഭയം ശീലിച്ചവരാണ് മുൻ തലമുറയിലുള്ളവരെല്ലാം. കാലം കടന്നു പോകുമ്പോൾ ഇന്ന് ഞാൻ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. മീഡിയ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാടധികം ഇന്നത്തെ സോഷ്യൽ എൻജിനീയറിങ്ങിനെ ഏറ്റവും പരിപോഷിപ്പിക്കുവാൻ മീഡിയയിലൂടെ കിട്ടുന്ന ഇൻഫർമേഷൻസ് വളരെയധികം ഗുണകരമാണ്, പോസിറ്റീവ് സൈഡ്. അതേസമയം സിനിമയിൽ നമ്മൾ കാണുന്ന കഥാപാത്രങ്ങളുടെ വിനിമയ രീതികൾ, അവർക്കൊരു ക്രിമിനൽ വാസനകൾ, മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയതിനോടുള്ള അമിതമായ ആസക്തിയും അത് ആസ്വദിച്ചതിൻ്റെ തുടർച്ചയായിട്ട് ആ ലഹരിയിലൂടെ അവരുടെയൊക്കെ പെരുമാറ്റത്തിൽ, ബോഡി ലാംഗ്വേജിൽ ഒക്കെ വരുന്ന രീതികൾ, കുറ്റവാസനകളൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കുന്ന പുതുതലമുറയിൽപ്പെട്ട കുരുന്നു പ്രായത്തിലുള്ള കുട്ടികൾക്ക് അത് അനുകരിക്കുവാനുള്ളൊരു വാസന അവരറിയാതെ ഉണ്ടാകുന്നു. ഒരർത്ഥത്തിൽ നമുക്ക് കുട്ടികളെ പഴി പറയുന്നതിന് പോലും പരിധിയുണ്ട്. അവർ നിഷ്കളങ്കമായ നിർമ്മലമായ മനസ്സിലേക്ക് പലരും ഇഞ്ചക്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള സമൂഹത്തിന് മൊത്തത്തിൽ ദോഷം ചെയ്യുന്ന പ്രവണതകളെ പരിഹരിക്കുവാൻ മുൻപെന്നുമുള്ളതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ട് അധ്യാപകർ, അനധ്യാപകർ, രക്ഷിതാക്കൾ, സമൂഹം മുഴുവനും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട വിധത്തിൽ ഭീതിതമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ കുട്ടി അധ്യാപകനോട് അങ്ങനെ പെരുമാറുന്നത് കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മുൻപിൽ റെഫറൻസ് ആയിട്ടുണ്ടാകേണ്ടത് നമ്മുടെ നാളിതുവരെ കണ്ടും കേട്ടും ശീലിച്ചിട്ടുള്ള ഗുരുത്വം ഏത് വിധത്തിലായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ നാട് പൂർവ്വസൂരികളായിട്ടുള്ള എത്രയോ മഹത് വ്യക്തിത്വങ്ങളുടെ ഗുരു പരമ്പരകളുടെ അനുഗ്രഹം ഏറ്റുവാങ്ങിയ മണ്ണാണ്. ഗുരുദേവൻ്റെ തന്നെ ഓരോ സന്ദേശങ്ങളും എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എത്രത്തോളം നമ്മുടെ ഉള്ളിലെ ആത്മശക്തിയെ കണ്ടെത്തുവാനും പ്രയോഗിക്കുവാനും നമുക്ക് പ്രേരണ നൽകുന്ന, പ്രചോദനം നൽകുന്ന ഒന്നാണ്. ഇപ്പോൾ ഈ സദസ്സിൽ എൻ്റെ മുൻപിൽ എനിക്ക് കാണാം എന്നെ പഠിപ്പിച്ച എൻ്റെ അധ്യാപകൻ അജിത് രാജ മാസ്റ്ററും ടീച്ചറും ഉണ്ട്. ഞാൻ മാസ്റ്റർ സ്റ്റുഡൻ്റായിരിക്കുമ്പോൾ ഞാൻ കണ്ടുപഠിച്ച ഏറ്റവും നല്ല മാതൃക മാഷുടെ ഗുരുവായിട്ടുള്ള MK മേനോൻ സാർ. അദ്ദേഹവും മാഷും സഹപ്രവർത്തകരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമയത്തും ആ ഗുരുനാഥനോട് മാഷ് കാണിക്കുന്ന വിനയവും ബഹുമാനവും റെസ്പെക്റ്റും ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് മാഷോട് കാണിക്കുവാൻ, മറ്റെല്ലാ ഗുരുക്കന്മാരോടും കാണിക്കുവാൻ പ്രേരണ നൽകിയിട്ടുള്ളതാണ്. കാലം കടന്നു പോകുമ്പോൾ സമൂഹത്തിൽ സംഭവിക്കുന്ന മോശം പ്രവണതകൾക്കെതിരെ കുറേയും കൂടെ വിജിലൻ്റായിട്ടും ശക്തമായിട്ടും അലേർട്ടായിരിക്കേണ്ടത് നമ്മൾ ഈ സമൂഹത്തിന്, ഇനി വരാൻ പോകുന്ന തലമുറയിൽ നമ്മുടെ കുഞ്ഞുമക്കൾ വളർന്നു വരുന്നതിന് ഏറ്റവും നല്ല തലമുറയായി വാർത്തെടുക്കുവാൻ അനിവാര്യമാണ്. അവിടെ എനിക്ക് ഈ വിദ്യാലയം പ്രതീക്ഷ നൽകുന്നത്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവിടെ സഹപാഠികൾ തമ്മിൽ അനാരോഗ്യകരമായൊരു മത്സരമില്ലെന്ന് ഞാൻ കരുതുന്നു. അതാണ് സത്യം. ഒപ്പമുള്ള കൂട്ടുകാരെ കൂടെ കൈപിടിച്ച് അവരുടെ കുറവുകളെ പരിഹരിച്ച് അവരെയും കൂട്ടത്തിലൊരാളായി ചേർത്ത് നിർത്തി എല്ലാവരും ഒത്തുചേർന്ന് പങ്കിടുന്ന, ഗിവ് ആൻഡ് ടേക്ക്, ഷെയർ ചെയ്യുന്ന സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, നന്മയുടെ, സാഹോദര്യത്തിൻ്റെ സന്ദേശമാണ് ഈ വിദ്യാലയം പകർന്നു നൽകുന്നത്. ഇതൊരു കച്ചവട താല്പര്യം ഇല്ല എന്നതാണ് എനിക്ക് കൂടുതൽ ഹൃദ്യമായിട്ടുള്ളത്. നമ്മളിന്ന് ആശുപത്രികൾ എടുത്തു നോക്കിയാൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്തു നോക്കിയാൽ കമേഴ്ഷ്യൽ ആസ്പെക്റ്റിലാണ്. എന്താണ് ഇതിൽ നിന്നുള്ള ലാഭം, പ്രോഫിറ്റ്, അതിനുതകുന്ന വിധത്തിലാണ് അവിടുത്തെ ഗ്രൂമിങ്. അത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അതേസമയം ഈ വിദ്യാലയം ഇത്രയും ശക്തമായി ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഇൻറ്റൻഷനോടുകൂടി നിലനിൽക്കുന്നതിന് കാരണം ലോകാരാധ്യനായ ശ്രീ രവിശങ്കർ എന്ന ജീവനകലയുടെ ആചാര്യൻ നൽകുന്ന ഒരു മാർഗദീപം, ആ വെളിച്ചം കണ്ടുകൊണ്ടാണ്, അല്ലേ? അത് യോഗയും മെഡിറ്റേഷനും സുദർശന ക്രിയകളും ജീവനകലകളും ഉൾപ്പെടെയുള്ള ഓരോന്നിലൂടെയും അദ്ദേഹം പകർന്നു നൽകിയ അത്തരത്തിലും ശുഭകരമായിട്ടൊരു അന്തരീക്ഷം എനിക്കിവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖത്ത് അതിൻ്റെ ഒരു പ്രസാദം, അതിൻ്റെ ഒരു പോസിറ്റീവ്നെസ് എനിക്ക് കാണാൻ സാധിക്കുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ വേണ്ടത് അതാണ്.
അജ്ഞാന തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. എന്താണ്? അജ്ഞാനമാകുന്ന തിമിരം ബാധിച്ച അന്ധരായി മാറിയിട്ടുള്ള അവരുടെയൊക്കെ കണ്ണിലേക്ക് ദിവ്യ ഔഷധമായി മാറുന്ന ശക്തി പകരുന്ന സദ്ഗുരുവിനെ ഞാൻ പ്രണമിക്കുന്നു, നമിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും പ്രഥമമാണ്, പ്രസക്തമാണ്, പ്രധാനമാണ് ഗുരുവിൻ്റെ സ്ഥാനം. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ജീവിതത്തിലേക്ക് റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സമൂഹത്തിനെ ആകർഷിക്കാം, നമുക്ക് സമൂഹത്തിന് മുന്നിൽ ബലം സൃഷ്ടിക്കാം, പ്രബലരാവാം. അതിന് ഗുരുത്വം എന്ന ആദ്യത്തെ വാക്ക് അന്വർത്ഥമായതാണ്. ഗുരുത്വാകർഷണ ബലം അതിൻ്റെ ഏറ്റവും നല്ല മീനിങ്ങിലേക്ക് എത്തുള്ളൂ. ഇന്ന് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം ചെയ്തതിന് സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഇവിടെ ഈ വേദിയിൽ ഇനി അരങ്ങേറാൻ പോകുന്ന എല്ലാ പരിപാടികൾക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.